ഹലോ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സാധാരണ സൂവിങ് മെഷീൻ പെട്ടെന്ന് കേടുവരാതെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നും ഇതിൽ ഓയിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നുമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമുക്ക് മെഷീനിൽ എങ്ങനെയാണ് ഓയിൽ ഇടുന്നതെന്ന് നോക്കാം. ഇതിപ്പം തുടക്കക്കാർക്ക് വേണ്ടിയാകട്ടോ ഞാൻ പറയുന്നത്. അറിയാവുന്നവർ വർഷങ്ങളായിട്ട് മെഷീൻ ഉപയോഗിക്കുന്നവർക്ക് അറിയാം. പക്ഷേ ആദ്യമായിട്ട് മെഷീൻ ഉപയോഗിക്കാൻ പോകുന്നവർക്ക് ഇതിലെങ്ങനെയാണ് ഓയിൽ ഇടേണ്ടതെന്നൊക്കെ ഒരു ഡൗട്ട് കാണും. അവർക്ക് വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇടുന്ന രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന ഓയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊക്കനട്ട് ഓയിലില്ലേ, അല്ലെങ്കിൽ കൊക്കനട്ട് ഓയിൽ, അതല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു ബ്ലൂ കളർ ബോട്ടിലുള്ള പാരച്യൂട്ടിൻ്റെ ഓയിലില്ലേ, ആ ഓയിൽ. ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണ് ഞാൻ ഈ മെഷീനിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഇത് നമ്മൾ ഓയിലിടുന്ന ബോട്ടിലാണ്, മെഷീനിൽ ഓയിലിടുന്ന ബോട്ടിലാണ്. ഇത് നമ്മുടെ മിക്കവാറും എല്ലാ കടകളിലും മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പം ഇതിലിപ്പം ഓയിലില്ല. നിങ്ങളെ എവിടെയൊക്കെ ഒഴിക്കണമെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തിരിക്കുന്നതാണ്. ഞാൻ പൊതുവെ ഈ കുപ്പി അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ മിക്കപ്പോഴും തന്നെ ആ പാരച്യൂട്ടിൻ്റെ ഓയിലാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ എവിടെയൊക്കെയാണ് ഓയിലിടുന്നതെന്ന് നോക്കാം. മെഷീൻ്റെ ഇവിടെ ഇങ്ങനെ മെഷീന് ഹോള് കാണത്തില്ലേ, ആ ഹോളിലെല്ലാം ഇങ്ങനെ ഓയിലിട്ട് കൊടുക്കുക. അത് ഇച്ചിരി നന്നായിട്ട് ഒഴിക്കണം കേട്ടോ. ഒന്ന് തൊട്ടിട്ട് എടുക്കുകയല്ല, ഇച്ചിരി നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. അതുപോലെ നമ്മുടെ ബോബിനെ നൂല് ചുറ്റി എടുക്കുന്നിടത്ത് ഇവിടെയെല്ലാം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടി ഇവിടെ, പിന്നെ ഈ കാണുന്ന ഹോളിൽ, പിന്നെ നമ്മൾ ഈ നൂല് ഇടുന്ന ഈ ടെൻഷൻ ബാറിൽ ഇവിടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇവിടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മെഷീൻ്റെ ഹെഡ് പാർട്ട് വരുന്നതിൽ ഇങ്ങനെ എവിടെയൊക്കെ ഹോള് കാണുന്നുണ്ടോ ആ ഹോളിലെല്ലാം, അതുപോലെ നമ്മൾ നൂല് കടന്നു പോകുന്ന ആ ഇതിൽ കൂടിയെല്ലാം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് മെഷീൻ്റെ ലെഗ് പാർട്ടിൽ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കും. അതായത് നമ്മുടെ ഈ വീല് കറങ്ങുന്ന സ്ഥലമില്ലേ, അതിൻ്റെ ഇവിടെ ഈ പോയിന്റിൽ ഇവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇവിടെ ഈ ചവിട്ട് ഭാരമൊക്കെ കുറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇവിടെയൊക്കെ നന്നായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അതുപോലെ ഇവിടെ ഇങ്ങനെ ഈ രണ്ടിടത്തും നന്നായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഈ ജോയിൻറ്റുകളിലെല്ലാം ഓയിൽ നന്നായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കണം. ഇവിടെ എല്ലാം തന്നെ നമ്മൾക്ക് ചവിട്ടുഭാരം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും ഓയിൽ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഓയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, ഒരു ഫാബ്രിക് വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ചുമ്മാതെ അടിച്ചങ്ങ് വിട്ടാൽ മതി. അതായത് നമ്മൾക്ക് കൂടുതലായിട്ട് നിൽക്കുന്ന ഓയിൽ ഈ ഫാബ്രിക്കിലപ്പം ഇങ്ങനെ പോരും. പിന്നെ നന്നായിട്ട് ഓയിൽ എത്തേണ്ടിടത്തെല്ലാം ഇങ്ങനെ നമ്മൾ മെഷീൻ ചവിട്ടി കൊടുക്കുമ്പം ഓയിൽ എത്തേണ്ട ഭാഗങ്ങളിലെല്ലാം ഓയിൽ എത്തുകയും ചെയ്യും. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്,
നമ്മൾ സ്ഥിരമായിട്ടും സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീനാണെങ്കിൽ നമുക്ക് 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോഴോ ഒക്കെ ഓയിൽ ഇതുപോലെ ഇട്ട് കൊടുത്ത് നമുക്ക് ചുമ്മാതെ റഫായിട്ടുള്ളൊരു ഫാബ്രിക് വെച്ച് തയ്ച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് വെറുതെ ചവിട്ടാം. അതല്ല വല്ലപ്പോഴുമേ നമ്മൾ മെഷീൻ ഉപയോഗിക്കുന്നുള്ളൂ, നമ്മുടെ മെഷീൻ ആണെങ്കിൽ ഇതുപോലെ ഉപയോഗിക്കാതെ കൊണ്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് അതിൽ ആഴ്ചയിലൊന്ന് വെച്ച് ഓയിലിട്ട് കൊടുത്ത് ഇതുപോലെ ഒരു 5-10 മിനിറ്റ് ചുമ്മാ കയറി ഇരുന്ന് ചവിട്ടണം. അല്ലാതെ നമ്മൾ ഓയിലിടാതെ അത് നോക്കാതെ കിടന്നാൽ ഉറപ്പായിട്ടും അതിന് കംപ്ലൈൻറ്റ് വരുന്നതാണ്. നമ്മൾ പിന്നീട് തയ്ക്കാൻ എടുക്കുമ്പോഴത്തേന് നമ്മുടെ ബാലൻസ് വീൽ സ്റ്റക്കായിട്ടിരിക്കും, അല്ലെങ്കിൽ ലോഗ് സ്റ്റക്കായിട്ടിരിക്കും. ഇവിടെയെല്ലാം നമ്മൾ എടുക്കാതിരിക്കുന്ന മെഷീനകത്ത് പൊതുവേ നമ്മൾ കണ്ടുവരുന്ന പ്രധാന കുഴപ്പങ്ങളാണ് ഇവയൊക്കെ. അപ്പം നമ്മൾ തയ്ക്കാതിട്ടിരിക്കുന്ന മെഷീൻ ആണെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ ഓയിലിട്ട് ഇതുപോലെ ഒരു 5-10 മിനിറ്റ് ചുമ്മാതെ ഇരുന്ന് നമ്മൾക്കൊരു റഫ് ഫാബ്രിക് വെച്ച് തയ്ച്ച് കൊടുക്കുക ഓയിലിട്ടതിന് ശേഷം. നമ്മൾ ഇതുപോലെ ഓയിലിട്ട് നല്ല രീതിയിൽ മെഷീൻ നോക്കുക, കെയർ ചെയ്യുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും നമ്മുടെ സൂയിങ് മെഷീൻ ഉപയോഗിക്കാൻ പറ്റും. ഈ മെഷീൻ ഇപ്പോൾ ഒരു 26 വർഷം പഴക്കമുള്ള മെഷീനാണ്. നമ്മളിതുപോലെ നന്നായിട്ട് ഓയിലിട്ട് കെയർ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ വേറെ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞാലും ഈ ഓയിലിട്ട് 2 ആഴ്ച കൂടുമ്പോൾ ഒരു തവണ ഓയിലിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറി ഇരുന്ന് ചവിട്ടി ചെയ്യുന്ന വഴിക്ക് നമ്മളോട് വരുന്ന ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം തയ്യൽ മെഷീന് എന്തെങ്കിലും ഒരു തുണി കൊണ്ട് ഇത് മൂടിയിട്ടേക്കുക. നമ്മുടെ ഈ ഹെഡ് ഭാഗത്തൊന്നും, നമ്മുടെ ഈ മെഷീൻ്റെ ഹെഡ് ഭാഗത്തൊന്നും കൂടുതൽ പൊടി കയറാതിരിക്കാനും, ഇരിക്കുമ്പം കാറ്റൊക്കെ ഫാനിൻ്റെ കാറ്റൊക്കെ അടിക്കുമ്പം മുടിയൊക്കെ അവിടെ എവിടെയൊക്കെ ഇതിൻ്റെ കയറിയിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ഉപയോഗിച്ചതിന് ശേഷം നമ്മളൊരു തുണിയിട്ട് ഈ മെഷീൻ മൂടിയിട്ടിരിക്കുക. ഇപ്പം എപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെഷീൻ ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ മസ്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിക്കാതെ മെഷീൻ വീട്ടിൽ കിടപ്പുണ്ടെങ്കിൽ ഇതുപോണക്ക് 2 ആഴ്ച കൂടുമ്പോഴോ 1 മാസം കൂടുമ്പോഴോ ഓയിലിട്ട് ഒരു 5-10 മിനിറ്റ് ചുമ്മാതെ ചവിട്ടി അതിൽ തുണിയിട്ട് മൂടി അങ്ങനെ നമ്മുടെ സൂയിങ് മെഷീൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.